വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പം നമ്മൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ആൻറ്റീൻ്റെ പീഡിയൻ്റെ ഓണറായ ആൻറ്റിയാണ്. ആ ആൻറ്റീൻ്റെ മോനെ മുറിക്കാൻ വേണ്ടി നമ്മൾ പോകാൻ പോവുകയാണ് ഗൈസ്. അത് അപ്പുറത്തുള്ള അവർ ആ നടക്കുന്നതന്നെ കേട്ടോ. അവർ അതാണ് എൻ്റെ ഫ്രണ്ട് കേട്ടോ. മറ്റേ കോട്ടയുടെ സൈഡിലേക്കുന്ന ഗൈസ്. എനിക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓൻ വന്നാലും എനിക്ക് കഴിഞ്ഞിട്ടാൻ പറ്റും. ഓൻ പിടിച്ചു തരും, അതിന് കുഴപ്പമില്ല. ഞാൻ വാടം പിടിച്ചാ എൻ്റെ കാലിനില്ലേ ഇങ്ങനെയുള്ള ഭാഗത്ത് വേനയാണ്. ഒന്നും അറിയില്ല. KSRTC ബസ്സല്ല ഇപ്പോൾ ഡേഞ്ചറസാണ് ഗൈസ്. അത്രയും സ്പീഡിൽ പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇന്നോവ ക്രിസ്റ്റ സ്പീഡ് പോകുന്നു. ഗൈസ് കുറച്ച് ഏട്ടന്മാരെല്ലാം എന്നെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു റോഡ് ക്രോസ് ചെയ്യലുണ്ട്, അത് ക്രോസ് ചെയ്താണ് ഗൈസ്. ഗൈസ് ഇതാണ് നമ്മളെ സ്ഥലം. കുന്നിൻ്റെ മുകളിലായിട്ടോ നമ്മളുള്ള ഇപ്പോൾ ഗൈസ്. ഞാനതൊന്നും ആക്കണ്ടേ. ഈ വ്ളോഗിങ് ചെയ്യുമ്പോൾ മൈക്ക് അത് സെറ്റാക്കണ്ടത്. നിങ്ങൾ സബ്സ്ക്രൈബ് ഇല്ലാണ്ടാവില്ല ഗൈസ്. അച്ഛൻ പറഞ്ഞത് 1000 സബ്സ്ക്രൈബേഴ്സായി വേണ്ടിക്കിൽ മൈക്ക് മേടിച്ചു തരാം. ഞാൻ വേണമെന്ന് പറഞ്ഞു. പക്ഷേ 1000 സബ്സ്ക്രൈബേഴ്സ് ആണ്ടേ ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലല്ലോ, അതുകൊണ്ട് എങ്ങനെ ആവാനാ? സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കുമ്പോൾ ആവൂല. അപ്പം നെയ്യോ നിങ്ങളെല്ലാം ഒരിക്കൽ സബ്സ്ക്രൈബ് ചെയ്യപ്പാ. എന്താണ് കഷ്ടമുണ്ട് ഗൈസ്. ഫുള്ളി മെയിൻ റോഡാട്ടാ ഗൈസ്. ഞാനിപ്പോൾ എന്നെ കാണിക്കില്ല, ജസ്റ്റ് ഈ ചുറ്റുപാടെല്ലാം കാണിക്കുന്നതാണ്. എന്നുവെച്ചാൽ ഇവിടെ പരിചയമുള്ള ആരെങ്കിലും കാണുന്നെങ്കിൽ നിങ്ങൾ വന്നിട്ട് ആ കുന്നിൻ്റെ മുകളിൽ അപ്സര ബേക്സ് അല്ല അപ്സര ബേക്സ് അല്ല ഗ്രാൻഡ് ബീക്സ് അവിടെ വന്നാൽ മതി. ഇവിടെ കുമ്മാന ബ്രാഞ്ച്. ചില ദിവസം ഞാൻ അടിയിലാവും. ആ ദിവസം ഒരിക്കൽ ഞാനൊന്ന് ഉറപ്പിക്കട്ടെ. ഒരു ഗൈസ് മറ്റന്നാളെ വന്നു കേട്ടോ. മറ്റന്നാളൊന്ന് എന്നെ കാണാം. നാളെ ഒരു കുറച്ച് സംഘമാവും, ഒരു കുടുംബ സംഘമോ, അതുകൊണ്ട് പറ്റൂല ഗൈസ്. ഇവൻ്റെ കേട്ടോ മുടി കുറിക്കേണ്ടതാ. ഇവനെ ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഗൈസ്. ഇങ്ങനെ എടുക്കുന്നതിന് ഒരു കാരണമുണ്ട്. ഞാൻ സ്റ്റിക്കിനെ കൊണ്ട് മറ്റേ രീതിയിൽ എടുക്കില്ല. ഇപ്പം ഞാൻ ബാക്ക് ക്യാമറയിൽ കൊണ്ടാണ് എടുക്കുന്നത്. ബാക്ക് ക്യാമറ അതുകൊണ്ടാണ് ബാക്ക് ക്യാമറ റോളിംഗ് ആക്ഷൻ. അതല്ലേ നമ്മൾ മുൻ ക്യാമറയിൽ കൂടി എടുക്കുമ്പോൾ ഇപ്പോൾ വലത് കയ്യിലെ കൊണ്ടെടുത്താൽ ഇടത് കയ്യിലെ കൂടി എടുക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ കയ്യിൽ എടുത്താലോ അടുത്ത കയ്യിലെടുത്താൽ വലത്തെ കയ്യിലുള്ള രീതിയിൽ അറിഞ്ഞു. നമുക്ക് ഉള്ളിൽ ഇരിക്കട്ടെ, പുറത്തിരിക്കണ്ട കേട്ടോ. എടുത്തോളാം. ഇവനെ കൊണ്ടൊന്നും പറ്റില്ലേ. ഇത്ര സമയം നടന്നു ഇവന് ബാക്കിരിക്കും കാണിക്കും. ഇപ്പൊ റോഡായുണ്ട്, വണ്ടിന്റെ തിരക്കിങ്ങൾ നോക്കിയത് വണ്ടിന്റെ ചാകരയാ. ഇവ ഫുള്ളി അങ്ങ് ഓഫാക്കി കളഞ്ഞു. പുറത്തൊക്കെ കാണിക്കില്ല കേട്ടോ. വണ്ടിയിലെ ട്രെയിനും അല്ല ആവശ്യമില്ല. വണ്ടിയിലെ ട്രെയിനും പോലെ കേട്ടോ. കാണിച്ചില്ല എന്തോ ഇളകിയിട്ടാണുള്ളത്. ഇനി പണ്ടേ ഇളകിയിട്ട് തന്നെയല്ലേ, അത് നമുക്കെല്ലാവർക്കും അറിയാം. പണ്ട് കിങ് കോങ് ഇറങ്ങിയ കിങ് കോങ്. പിന്നെ ഞാൻ്റെ ചെന്നായി ഇതെല്ലാം ഇറങ്ങിയില്ല. ഇവൻ തന്നെയാണ് പറയുന്നത്. എന്നിട്ട് ഇവൻ തന്നെ പറയുന്നു അതൊന്നുമില്ല, അങ്ങനെ പൊട്ടത്തരല്ലേ. ഹൈവേ ഹോട്ടൽ ഏതാ പൊട്ട ബ്രാഞ്ചാന്നാവുന്നു ആയിരിക്കട്ടെ. ഞാനിതുവരെ പോയിട്ടോ. ഡേയ് ഇല്ലേ കുട്ടിയോ തുറന്നിനോ ഇല്ലയോ നോക്കിയതാണേ. പേര് പോണേ अच्छा जी।
ഗൈസ് ബംഗാളി ആട്ടോ മുടി മുറിക്കുന്നത്. നമ്മൾ എല്ലാം വെച്ചാൽ പറയുന്നു മുന്നിൽ തന്നെ ഉണ്ട് ആ മുടി മുറിക്കുന്ന ബംഗാളി. ഒച്ച വെക്കുന്നില്ല, അതന്നെ ബംഗാളിയാ. കുറച്ച് വ്യൂ അല്ലേ ഞാൻ എടുക്കട്ടെ. എന്നെ ഷീറ്റോളുകൊണ്ട് വ്യൂ കിട്ടുന്നില്ല ഗൈസ്. എന്നാലും അത്യാവശ്യം കിട്ടുന്നുണ്ട്, കിട്ടാണ്ടൊന്നും നിൽക്കുന്നില്ല. മിററിൽ ജസ്റ്റ് വെറുതെങ്ങും വരാട്ടോ. ഞാനിവിടെ പുറത്ത് ഇങ്ങനെ വ്യൂ കണ്ട് കേട്ടോ. ഞാൻ ഇടുന്നത് ഞാൻ ഈ വ്യൂ കാണിക്കുന്നിട്ടാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഒരു ഹോട്ടലുണ്ട്, ഹോട്ടൽ പ്രവാസി. ഞാനതിനൊരു പേരിട്ട് പ്രവാസി. പാട്ടിലുണ്ട്, കുഴപ്പമില്ല വിട്ടേ. കൊടുത്തു ശരതാട്ടോ, നമുക്കൊന്നും മേടിച്ചാ? നമുക്ക് മേടിച്ചിരുന്നില്ല. ഓർമ്മ കുറവുണ്ട്. ലാസ്റ്റ് മിലിറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മിലിറ്ററിയാ മിലിറ്ററി ബംഗാളിയാ. ആകെയാണ് അമ്മ 2 3 അത്രയും അറിയും. ഏതെല്ലാം ബംഗാളിയാടി. ഞാൻ മട്ടന്നൂരേ ഓർമ്മ. അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലല്ല, ഫ്രണ്ടിന് എടുക്കുക. ചച്ചു ആ ലോറിനകത്ത് ചെയ്യടാ. ഇതാ ലോറിയിലാണേ എൻ്റെ മോനെ. ഏയ് ഏതൊക്കെയാ മുടി കുറിച്ചിട്ടില്ല. അവിടെ കട്ടി അങ്ങനെ ചെറുതാ. അവിടുത്തെ മുട്ട അടിപാടി മുട്ട അടിച്ചാൽ ഉള്ളി. ഷോപ്പിന് വരുന്നാളോ? ഷോപ്പിന് മുടി വരുന്ന അപ്പുറം പോകും. ജെൻസ് ബ്യൂട്ടി കെയർ. ജെൻസ് ബ്യൂട്ടി കെയർ പോലും ഇതാ ഞാനിങ്ങനെ എടുത്തു. എൻ്റെ മുടി കുറിച്ചോടി നീ കയറണ അതിൻ്റെ മുടി കുറിക്കുന്നല്ലേ. ബംഗാളീസ് വെക്കുന്ന പാട്ടാ വെക്കുന്നത്. ഇയാൾക്ക് മലയാളം പാട്ട് വെച്ചൂടെ? ഹിന്ദി പാട്ട് തന്നെ വെക്കണമെന്നുണ്ടോ? ആടായി ഇയാൾക്ക് ഹിന്ദി പാട്ട് തന്നെ വെക്കണമെന്നുണ്ടോ? മലയാളം പാട്ട് വെച്ചാൽ പോരെ. ഏത് തട്ടാടാ? ഓ നിൻ്റെ അയാളെ ബ്ലോഗ് ഇട്ടിട്ട് എത്ര കാലമായിടേ? 2 ദിവസമായിട്ട്, കുറച്ച് ദിവസമായി. ഞാൻ നാളെ എൻ്റെ ടി വി ഇല്ലേ, ആ ടി വിൻ്റെ തൊട്ടടി തന്നെ എൻ്റെ കമ്പ്യൂട്ടർ വെക്കാൻ വെക്കാം. നോസാണ് അവർക്ക് എവിടെ ഇരിക്കുന്നു എന്നൊക്കെ. നോസിൻ്റെ ഊപ്പാട് ശരിക്കറിയല്ല. ഈ ബംഗാളിക്ക് മലയാളം പാട്ട് വെച്ചാലെന്നാ നേരത്തെ മലയാളം പറഞ്ഞാൽ ബംഗാളി സൈഡിലുള്ളതുകൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നേ, ഈ ബംഗാളിക്ക് എന്താണ് മര്യാദയ്ക്ക് മലയാളം പാട്ട് വെച്ചാൽ പറയുമോ ഒച്ചത്ത് പറഞ്ഞേനെ. ഞാൻ മെല്ലാനെ പറഞ്ഞേ ഉള്ളൂ. മിക്സ് ഐറ്റംസ്. എന്നാൽ ചിക്കൻ ബിരിയാണി മീൻ ബിരിയാണി മിക്സ് ആയിരിക്കും. എടാ ചിക്കൻ ബിരിയാണിയും മീൻ കറിയും മിക്സ് അങ്ങനെയല്ലായിരിക്കും. ഞാനില്ല 10x സൂമിൽ തന്നെ കാണിച്ചത്.
ഗൈസ് ഇതാണ് 10x. ഞാൻ എത്ര ദൂരത്താളെന്ന് നോക്കിയാൽ ആ ബോർഡിൻ്റെ അടുക്കന്നെ ഇത്രയും ദൂരത്താണ് നമ്മൾ. റോഡും ക്രോസ് ചെയ്തത് ആ ബോർഡ് വരെ എത്തി. അയാളെ ഇലക്ട്രിക് വണ്ടി ഒരു വയർ നോക്കിയാൽ ഓടിച്ചെടുത്ത ഇങ്ങനെയാണ് വണ്ടി പോകുന്നതായിരിക്കും. ഇങ്ങനെ അവിടെ വെച്ചേ ഒരു റൈഡർ കണ്ണാപ്പിയിട്ടുണ്ട്. സ്കൂട്ടിയിലാണോ അരികരയാ അവിടെ നിർത്തി റൈഡർ കണ്ണാപ്പീസ്. അവിടെ ഈ രണ്ട് കണ്ണാപ്പി വന്നു, പക്ഷെ ഒരു കണ്ണാപ്പി വന്നില്ല. വ്ലോഗ് എടുക്കേണ്ടത് മനസ്സിലായി, അതുകൊണ്ടായിരിക്കും മിക്കവാറും. എൻ്റെ മോനെ നമ്മളെ തുകറ പറപ്പിക്കുന്ന നഗര പറക്കണ വണ്ടി പെട്ടത്തിലോ അവിടെ ആയില്ല. നാളെ പിടങ്ങണ ആയില്ലുണ്ട്. എടുക്കട്ടെ ആ പോലെ എന്തെങ്കിലും കേട്ട് ഞാൻ മീൻ ഐറ്റംസ് ഒന്നും തിന്നാറില്ല. സൗണ്ട് എനിക്കറിയില്ല. എനിക്ക് പണ്ടേ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ തിന്നുന്നു. അതിന് നിനക്കുന്ന അങ്ങനെയല്ല. അതിന് നിനക്കുന്ന ചെറുപ്പത്തിൽ തന്നെ ഇവനെന്തോ മീൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെയല്ല. ഞാൻ മീൻ തിന്നാറുണ്ടോ. പിന്നെ ഒരു ദിവസം അങ്ങനെയല്ല, മീൻ തിന്നുന്ന സമയത്തല്ല എനിക്ക് വയറ്റുന്നു വല്ലാണ്ട് ലൂസായിരിക്കും. ശരിക്കും ലൂസ് മോഷൻ ഉണ്ടാവും. പിന്നെ അതുമാത്രമാണ് എനിക്ക് ഇവിടെ അലർജി വരും മുഖത്തല്ല. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഫുൾ അലർജി ആയിരിക്കും മുഖത്ത്, ചുണ്ടിൻ്റെ ആ ഭാഗത്തെല്ലാം ആയിട്ട് ഇങ്ങനെ അലർജി ഉണ്ടാവും എനിക്ക്. ഈ ഭാഗത്തെല്ലാം ആയിട്ട് എനിക്ക് അലർജി ഉണ്ടാവും. ആയിട്ടില്ല ഞാൻ എടുക്കാൻ പഠിച്ചാടാ ഒറ്റക്കിടക്കാൻ വെറുതെ നോക്കോ. കാഴ്ച അതിപ്പം പോയാനെ ഫോണ് കൈ തൊട്ട് പോയാനിപ്പോൾ ശരിക്ക്. അപ്പാടെ എടുത്താ തെരൂർ പാളയോട്ട് ഫാൻസി അരന്ന ഫാൻസി ലാൻഡ് എന്നോടാ. അയാൾ ഫാൻസിക്ക് വേണ്ടിയിട്ട് DJ പാർട്ടിയെല്ലാം വെച്ചിട്ട് അവിടെ ലാൻഡാക്കി വെച്ചിട്ടുണ്ടാ. ഇയാളെ ബംഗാളി പാട്ടും കേട്ടിരിക്കാം. ടു സൈഡ് അടിക്കുന്ന മിനിറ്റ് അടിക്കാൻ പുറത്ത് 2 സൈഡ് അടിച്ച് വെച്ചിട്ട് നോക്കി. 2 സൈഡിലും അങ്ങനെ തന്നെ അടിച്ചു വെച്ചിട്ട് ഇനി നമുക്ക് ആ ഫാന് ടെൻഎക്സിൽ മിററിലേക്കൂടി ഫാൻ കണ്ണടിയാ ശരി. ഇത് തന്നെ അതുണ്ട് കണ്ണടി കണ്ട. നമ്മൾ ഫോൺ ചെയ്യുന്നു കേട്ടോ 10Xൽ. എടാ അയ്യോ വന്നോട്. എടാ നീ നല്ല വൃത്തി കിട്ടിയില്ല. യൂട്യൂബ്
അപ്പു 5368 മുടി കളർ ചെയ്യട്ടെ ചൂടാണ് ഞാനിവിടെ ഇരുന്നതിനൊരു കാരണമുണ്ട് ഈ ക്യാമറ പിടിക്കുന്നില്ല ആ നിറവിലെ കൂടി മര്യാദക്ക് കാണുന്നുണ്ട് എന്താ കുടി നിങ്ങൾ ആനിമേ ഫാനാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ ആനിമേ ഫാനാണെങ്കിൽ പുറപ്പെടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ വൈകിട്ട് കണ്ടോ ഞാൻ യാറില്ല അതല്ല 5 ലക്ഷം കണ്ടിരിക്കണം എപ്പോൾ 5 രാവിലെ പറ്റി വരുന്ന അത്യാവശ്യം മീറ്റിംഗ് ഗൈസ് ഏത് അനിമയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കാം ഞാനൊരു ചോയ്സ് തരാം അതിനകത്ത് ചെയ്തു ഡീമൺ സ്ലെയർ ഡ്രാഗൺ ബോൾ വൺ പീസ് നറൂട്ടോ ജുജുത്സു കൈസൻ പിന്നെ നമ്മളെ നറൂട്ടോ ഷിപ്പുഡൻ ബോറൂട്ടോ സീരീസ് ഇതിനകത്ത് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻറ്റിൽ അറിയിക്കണം ഗൈസ് ഇതാണ് കേട്ടോ എൻ്റെ ഹെയർ സ്റ്റൈൽ മുകളിലെല്ലാം നല്ലോണം എടുക്കണം കേട്ടാ നേരത്തെ പോലെയല്ല ഭയങ്കര ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതെല്ലാം തിരിച്ച് അപ്പം ഈ ഫിഷിന് കിട്ടുന്നതാണ് ബൈ ബ്രോ ഓഫാക്കി തരാൻ പറ്റുമോ